ഗൈസ്, ഞാനേ കുറേ നാളിന് ശേഷമാണ് ഒരു ബ്രേക്ക് വന്ന് അതിന് ശേഷമാണ് ഇപ്പോൾ യൂട്യൂബിൽ എൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കുറേ നാളായിട്ട് നമുക്ക് എൻ്റെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ 2 പ്രൊഡക്ട്സ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ക്ലോത്ത് ഓർഗനൈസറാണ്. ഇത് 2 എണ്ണത്തിൻ്റെ ഒരു പാക്കായിട്ടാണ് കോംബോ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിന് 249 റുപ്പീസാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് 2 കമ്പി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സ് ആയിട്ട് കാണിക്കും. ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ പെർട്ടിക്കുലർലി നമുക്കിപ്പോൾ സാരിയോ 1 വീക്ക് നമുക്ക് ഓഫീസിൽ ഇരുന്നുള്ള ക്ലോത്ത്സൊക്കെ അയൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഇതിൽ നിന്ന് എടുത്തിട്ട് അയൺ ചെയ്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടിരിക്കും. ഇതിൽ എടുത്ത് വെച്ചാൽ മതി, ഉപയോഗിക്കാം. അങ്ങനത്തെ 2 എണ്ണം 249 റുപ്പീസേ ഉള്ളൂ. എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഷെൽഫ് അതാണ് ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇനി വേണം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തോളൂ. ഓക്കെ, ഇതേ സെയിം സാധനം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 5 എണ്ണത്തിൻ്റെ ഒരു പാക്കായിരുന്നു. അതിൻ്റെ റേറ്റ് എത്രയായിരുന്നു? 500 ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അതും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിച്ചത് ഒരു ബോട്ടമാണ്. അതെങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഒരു വൈറ്റ് കളർ ബോട്ടം വേണമെന്ന് തോന്നുന്നു. കാരണം ഒരുവിധം എല്ലാ ടോപ്സിൻ്റെ കൂടെയും ചുരിദാർ ടോപ്പിൻ്റെ കൂടെയും കുർത്തയുടെ കൂടെയൊക്കെ നമുക്ക് ഈ വൈറ്റ് കളറ് ബോട്ടം ഇടാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പം ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്നെ കാണണ്ട ക്യാമറയിൽ? ഓക്കെ ഫൈൻ. ഇതാണ്. ഇതൊരു കണ്ടിട്ടൊരു കോട്ടൺ മെറ്റീരിയൽ പോലെ ഇരിക്കുന്നുണ്ട്. പ്യുവർ കോട്ടൺ അല്ലാന്ന് തോന്നുന്നു. ഇതൊരു കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടാണ് തോന്നുന്നത്. താഴെ ഇതുപോലെ ഫ്രില്ലൊക്കെ ഉണ്ട്. കൊള്ളാം. ഞാൻ ഇട്ട് നോക്കിയാൽ നമുക്ക് ഫുള്ളി കംഫർട്ടബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ കൂടിയും ഐ തിങ്ക് ദിസ് ഈസ് ഓക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊഡക്ട്സ്. ഇനി വീണ്ടും കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരാം. അതുവരെ ബൈ ബൈ.